ഹായ് ഫ്രണ്ട്സ്, രുചിമേളത്തിലേക്ക് സ്വാഗതം. അതിനുവേണ്ടി ആദ്യം നമ്മൾ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുത്തു കേട്ടോ. നെയ്യിൽ, അതേ നെയ്യിൽ തന്നെ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഏലക്കയും എല്ലാം കൂടെ ഒന്ന് വറുത്ത് മാറ്റി വെച്ചു. അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ ചക്കച്ചുള അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്തു കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ചക്കച്ചുളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർക്കണം. ശർക്കര പാവ് ചേർത്തിട്ട് നന്നായി യോജിപ്പിക്കണം കേട്ടോ. നമ്മളിതിൽ രണ്ടാം പാലും ശർക്കര പാനിയും കൂടെ ചേർത്തിട്ടാണ് ആദ്യം ഒന്ന് വേവിച്ചെടുത്തത്. പിന്നെ കുറുകി ഒന്ന് സെറ്റായി വന്നപ്പോഴാണ് നമ്മൾ ഒന്നാം പാൽ ചേർത്തത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വറവെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയൊന്നും വരണ്ട കേട്ടോ. ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്കൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചെറിയ ചൂടൊന്ന് പോയതിന് ശേഷം ചെറിയ ചൂടിൽ നമുക്ക് എടുക്കാം കേട്ടോ.